നമ്മുടെ വീടിനടുത്ത് തന്നെ നമ്മൾ ഡ്രമ്മിൽ നട്ട് പരിപാലിക്കുന്ന ഒരു തായ്ലൻഡിൻ്റെ ഓൾ സീസൺ പ്ലാവിൻ്റെ അടുത്താണുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാവ് ഇതിൽ ചക്കകൾ പിടിച്ചിട്ടുണ്ട്. ഈ വർഷം ഏതാണ്ട് ഒരു 8ഓളം ചക്കകൾ പിടിച്ചു. അതിലൊരു 1-2 പൊഴിഞ്ഞു പോയി. ബാക്കിയുള്ള ചക്കകളൊക്കെ അല്പം വലിയ വലിപ്പമൊന്നുമില്ല, എങ്കിലും അത്യാവശ്യം വലിപ്പമുള്ള ചക്കകൾ തന്നെ ഉണ്ട്. ഇപ്പം ചെറിയ പ്ലാവാണ്, നിങ്ങൾക്ക് കണ്ടാലറിയാം, അത്രയേ അതിൻ്റെ കടവണ്ണമൊക്കെ ഉള്ളൂ. പക്ഷേ എങ്കിൽ ഇന്നലെ ഈ പ്ലാവിൻ്റെ സൈഡിൽ കൂടെ പോയ സമയത്ത് നല്ല പഴുത്ത ചക്കേൻ്റെ മണം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ, നമുക്കധികം ക്ഷമ കിട്ടിയില്ല, കാരണം ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളതിന്ന് പറിച്ച് നോക്കുകയാണ്. ഇപ്പോൾ പറിച്ച സമയത്ത് കുറച്ചും കൂടെ പഴുക്കാനുണ്ടായിരുന്നു, എങ്കിലും നമ്മുടെ ആ ഒരു ക്ഷമ ഇല്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമ്മളത് പറിച്ചു. അപ്പോൾ അതിൽ അത്യാവശ്യം ചുളകളൊക്കെ ഉണ്ട്. ചെറിയ ചക്കയാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചക്ക ആയതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും കൂടെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ 1-2 ചുളകളൊക്കെ ആയി നമ്മൾ അതൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു. അപ്പം ബാക്കി ഉണ്ടായിരുന്ന 2-3 ചക്ക കൂടെ നമ്മളത് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് പറിച്ചെടുക്കുകയാണ് പഴുക്കാനായിട്ട്. പ്ലാവ് ഇതുപോലെ ഡ്രമ്മിൽ സെറ്റ് ചെയ്തത് നമ്മൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ്. ഈ പ്ലാവിനെ കൂടാണ്ട് ഏതാണ്ട് ഒരു 10ഓളം മാവിൻ്റെ ഇനങ്ങളും നമ്മൾ നട്ടിട്ടുണ്ട്. അതിൽ കൂടുതലും നാടൻ വെറൈറ്റികളാണ്. അപ്പം നമ്മുടെ ഈ ഒരു ചെറിയ ഗാർഡനിൽ സ്ഥലപരിമിതിയുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ അതിൽ വളരെ കുറച്ച് മാത്രമേ എക്സോട്ടിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ നാടൻ വെറൈറ്റികൾ, അല്ലെങ്കിൽ അത്യാവശ്യം ഇന്ത്യയിൽ കാണുന്ന വെറൈറ്റികളാണ്. ഇപ്പോൾ പൊതുവേ കാണുന്ന ഒരു ട്രെൻഡ്, ഇപ്പോൾ ആളുകളെല്ലാം ഈ എക്സോട്ടിക് ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ പുറകെയാണ്, അല്ലെങ്കിൽ അതിൽ ക്രേസി ആയിട്ട് നിൽക്കുന്ന ആളുകളാണ് കൂടുതലും. നമ്മുടെ അടുത്തും 1-2 പ്ലാന്റുകൾ എക്സോട്ടിക് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട്. പക്ഷേ നമ്മളിങ്ങനെ പരിധിയിലധികം എക്സോട്ടിക്കിൻ്റെ പുറകെ പോകുമ്പോൾ നമ്മുടെ നാടിൻ്റെ തനതായിട്ടുള്ള നിരവധി ഇനങ്ങളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പം ചില ആളുകളൊക്കെ ഇപ്പം നാടൻ മാവിൻ്റെ ഇനങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് കൃഷി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയായിട്ടുള്ള നമ്മുടെ ഈ പ്രകൃതിയിൽ ഓരോ സ്ഥലത്തും ഓരോ വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ ഈ കാലാവസ്ഥകൾക്ക് അനുയോജ്യമായ രീതിയിൽ ഇവയെ അതിജീവിക്കാൻ കഴിവുള്ള ജീവജാലങ്ങളെയാണ് ഓരോ സ്ഥലത്തും പ്രകൃതിദത്തമായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെയുള്ള എക്സോട്ടിക് പ്ലാന്റ്സിൻ്റേതായാലും എക്സോട്ടിക് ആനിമൽസിൻ്റെയും ഇൻട്രൊഡക്ഷൻ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ പഠന വിഷയമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം കാലാവസ്ഥ വ്യതിയാനം പോലുള്ള പ്രശ്നങ്ങളെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.